കണ്ണൂരിൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കടൽഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തയ്യിൽ സ്വദേശി ശരണ്യയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് വിഷം കഴിച്ച അവശനിലയിൽ കണ്ടെത്തിയത്. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ആത്മഹത്യാശ്രമം. ശരണ്യയെ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2020 ഫെബ്രുവരി 17 ശരണ്യ സ്വന്തം മകനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കേസിൽ റിമാൻഡ് കാലയളവ് കഴിഞ്ഞ് ജാമ്യത്തിലായിരുന്നു പ്രതി ശരണ്യ. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്നാണ് ജാമ്യ വ്യവസ്ഥ. ഇതിനെ തുടർന്ന് ചെന്നൈയിലായിരുന്നു ശരണ്യയുടെ താമസം. ഇന്ന് തളിപ്പറമ്പ് കോടതിയിൽ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നു. ഹാജരാകാനായി ശരണ്യ ട്രെയിൻ മാർഗം കോഴിക്കോടെത്തി. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുത്ത് രാവിലെ 6 മണിയോടെ കണ്ണൂരിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിലുള്ളവർ അവശനിലയിൽ ശരണ്യയെ കണ്ടെത്തിയത്. വിവരം തിരക്കിയവരോട് വിഷം കഴിച്ചു എന്ന് ശരണ്യ വെളിപ്പെടുത്തി. പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നിലവിൽ ചികിത്സയിലുള്ള ശരണ്യയുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. 2020 ഫെബ്രുവരി 17 കാമുകനൊപ്പം ജീവിക്കാനായി 1.5 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. തയ്യിൽ കൊടുവള്ളി ഹൌസിൽ ശരണ്യ പ്രണവ് ദമ്പതികളുടെ മകൻ വിയാനാണ് അമ്മയുടെ ക്രൂരതയ്ക്കിരയായി കൊല്ലപ്പെട്ടത്. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയായിരുന്നു ശരണ്യയുടെ കൊടും ക്രൂരകൃത്യം. ശരണ്യയും ഭർത്താവ് പ്രണവും തമ്മിൽ നേരത്തെ മുതൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. ഇതിനിടെ മറ്റൊരു ബന്ധത്തിലായ ശരണ്യ കാമുകനായ നിതിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കുഞ്ഞിന്റെ അച്ഛന്റെ നേർക്കാണ് ആദ്യം സംശയമുന നീണ്ടതെങ്കിലും ഫോറൻസിക് പരിശോധനയിൽ ശരണ്യയുടെ വസ്ത്രത്തിൽ കടൽവെള്ളത്തിന്റെയും മണലിന്റെയും സാന്നിധ്യം കണ്ടെത്തിയതാണ് കുറ്റം തെളിയുന്നതിൽ നിർണായകമായത്. അച്ഛനൊപ്പം കിടന്നുറങ്ങിയ കുഞ്ഞിനെ പുലർച്ചെ 2 മണിയോടെ എടുത്ത് കടപ്പുറത്തേക്ക് പോയ ശരണ്യ കടൽഭിത്തിയിലേക്ക് ആദ്യം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. ഈ വീഴ്ചയുടെ ആഘാതത്തിലാണ് കുഞ്ഞിന്റെ തലയ്ക്ക് പരിക്കേറ്റത്. തലയടിച്ച് വീണ കുഞ്ഞ് കരഞ്ഞതിനെ തുടർന്ന് ശരണ്യ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു.